നമുക്ക് ഒരു വാക്യം വായിക്കാം. ഗലാത്യക്കെതിരെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ഗലാത്യർ 5:16. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നത് വായിക്കാണ്. ആത്മാവനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മുഖം നിവർത്തിക്കില്ലെന്ന് ഞാൻ പറയുന്നു. ഒന്നുകൂടെ വായിക്കാം. ആത്മാവനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മുഖം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. നമുക്കെല്ലാം ഒത്തിരി അറിയാവുന്ന വാക്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിനെ അനുസരിക്കുക, എന്നാൽ ജഡത്തിന് മുഖം നിവർത്തിക്കുകയില്ല. നമ്മളൊത്തിരി വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേദഭാഗമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് എഴുതുമ്പോൾ അവരോട് വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. കുറെ കാര്യങ്ങൾ അതിന് മുമ്പ് പറയുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കരുത്, അങ്ങനെ കുറെ ഉപദേശം കൊടുത്ത ശേഷം ലാസ്റ്റ് ഒരു ഇടയിൽ പറയുന്ന വാക്ക, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. സ്തോത്രം. നമുക്കറിയാം എന്താണ് ഈ ആത്മാവിനെ അനുസരിക്കുക, നമുക്കറിയാം. സ്തോത്രം. താഴെ പറഞ്ഞ ജഡത്തിന് മുഖം നിവർത്തിക്കുകയില്ല, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് അപ്പോസ്തലന്റെ ഒരു പ്രബോധനം. എന്താണ് ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ? ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക. നമ്മൾ ചുരുക്കി പറയാൻ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുക, വചനം അനുസരിക്കുക, അതുപോലെ പാപത്തിൽ ഒഴിഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കാന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആത്മാവിനനുസരിച്ച് നടക്കാന്ന് പറയുമ്പോൾ അതൊരു വേർഷിപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു ആരാധനയാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആരാധനകളിലൊന്നാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്ന് പറയുന്നത്. നമുക്ക് യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്ന ശേഷം യോർദാനിൽ സ്നാനമേറ്റ് നിവർന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് ഇറങ്ങി വന്ന ശേഷം പിന്നീട് യേശു കർത്താവിന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ ഈച്ച് ആൻഡ് എവറിത്തിങ്, അതിന്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെ പറയുന്നു അങ്ങനെ തന്നെയാണ് യേശു കർത്താവിന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അതൊരു വലിയൊരു വേർഷിപ്പായിരുന്നു. പിതാവ് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുത്ത വലിയൊരു വേർഷിപ്പായിരുന്നു യേശു കർത്താവിന്റെ ജീവിതം അതിനുശേഷമുള്ള ജീവിതം. ആദ്യം എങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ ഇത് അല്പം കൂടി എടുത്തു പറയത്തക്ക കാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്ന ശേഷം തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും വേർഷിപ്പ്, ദൈവത്തോടുള്ള വേർഷിപ്പായിരുന്നു. സ്തോത്രം. കാൽവരി ക്രൂശിൽ മരിച്ചതുവരെ അത് വേർഷിപ്പിന്റെ ഭാഗമായി ദൈവത്തോടൊരു ആരാധന, ഒരു സമർപ്പണം. ഹല്ലേലൂയ, സ്തോത്രം. താനല്ല തന്നിൽ തന്നെ അത് ഞാനല്ല, അത് അതിനുള്ള ക്രിസ്തു എന്നുള്ളൊരു കൺസെപ്റ്റ്. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വഴികൾ നടക്കുന്നു എന്നൊരു വിശ്വാസമാണ് ഇതെന്ന് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. അതായത് എന്റെ ഇഷ്ടങ്ങൾ നടക്കേണ്ട, തമ്പുരാൻ ഇഷ്ടം നടക്കണമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, അതിനെ വേർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് ഈ ആരാധന. ജീവനുള്ള ആരാധന എന്ന് റോമർ പുസ്തകം അതിന്റെ 12-ാമത്തെ വായിക്കുന്നുണ്ട്. ജീവനുള്ള ആരാധന, എന്നെ തന്നെ ത്യജിച്ച്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശു കർത്താവ് പറയുന്നത് പോലെ എല്ലാം ത്യജിച്ച് കളഞ്ഞിട്ട് എന്റെ ക്രൂശ് എടുത്തിട്ട് യേശു കർത്താവിനെ പിൻഗമിക്കുന്ന അവസ്ഥ, അതാണ് വേർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ആരാധനയാണ്. സ്തോത്രം. ആരാധന ഒരു വലിയ വേർഷിപ്പാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വലിയൊരു ആരാധന. യേശു കാണിച്ചിരുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. നമുക്കൊരു ഒരു 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 കുറുക്കുവഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറുക്കുവഴിയൊന്നുമില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഹല്ലേലൂയ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കുക, നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ഏത് അവസ്ഥകളിലും പരിശുദ്ധാത്മാവിൽ വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മൾ ആത്മലോകത്തെ വിഷ്വലൈസ് ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആ അനുസരണം അതുപോലെ കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു ഒരു വഴിയാണത്. അത് അത്രത്തോളം ഈസിയാണെന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻസ്, ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും അത്. ഹല്ലേലൂയ. നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്തകൾ, നമ്മൾ എന്തിലേക്കാണ് കഴിഞ്ഞ പറഞ്ഞ പോലെ എന്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളിലേക്ക് ഇറങ്ങി വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ആത്മലോകത്തെ വിഷ്വലൈസ് ചെയ്യുക. അവിടെ നമ്മൾ ആത്മാവിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ ചിന്തകൾ പോകുമ്പോൾ ആത്മാവിനെ അനുസരിക്കുക എന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകൾ അല്ലെങ്കിൽ ചിന്തകൾ ഇങ്ങനെ വഴുതി പൊക്കോണ്ടേയിരിക്കും. ഒന്നിൽ നിന്ന് നമ്മുടെ കുരങ്ങൻ മരം ചാടുന്ന പോലെ ഒന്നിൽ നിന്ന് അടുത്തേക്ക് ചാടിപ്പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഈ ആത്മലോകത്തിലേക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ആത്മലോകത്തെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ, ആത്മലോകത്തിനെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ മനസ്സിലേക്ക് വരുന്ന ആത്മാചിന്തകളാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പെട്ടെന്നൊരു കോപിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ ആത്മലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റാൻ പറ്റിയാൽ
അല്ലെങ്കിൽ നമുക്കൊരു കള്ളം പറയേണ്ട അവസ്ഥ വരുമ്പോൾ ആത്മലോകത്തിലേക്ക് നമുക്ക് ശ്രദ്ധ മാറ്റാൻ പറ്റിയാൽ കള്ളം പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ആത്മലോകത്തിലേക്ക് നോക്കി നമ്മളെ ആത്മലോകത്തിൽ നമ്മൾ നോക്കിച്ചിരിക്കുന്ന പൈശാചിക ലോകത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഒരു കള്ളത്തരം കാണിക്കേണ്ട അവസ്ഥ വരുമ്പോൾ, അല്ല നമുക്കൊരു പാപത്തിലേക്ക് അല്ലെങ്കിൽ ജഡത്തിന്റെ ഒരു ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ, അത് നമ്മൾ ചെയ്യാനായി ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ആത്മലോകത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ, അവിടെ നമ്മെ നോക്കി ചിരിക്കും, നമ്മെ നോക്കി നമ്മളെ നോക്കി ചിരിക്കും, നമ്മൾ ടാപ്പിലാക്കാൻ നോക്കിയിരിക്കുന്ന പൈശാചിക ലോകത്തെ കാണാൻ കഴിയും നമുക്ക്. ഹല്ലേലൂയ. ആത്മലോകം നമ്മൾ വിഷ്വലൈസ് ചെയ്യാനാണ് പറയുന്നത്. ആത്മകണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് ആത്മലോകത്തെ അതുപോലെ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇത് റിയാലിറ്റിയാണ്. നമ്മൾ ഒരു തെറ്റിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മളെ നോക്കി ഇവനിപ്പൊ വീഴും, ഇപ്പം വീഴും, ഇവന്റെ വിധത്തിൽ ഇപ്പൊ അകലും എന്നുള്ള ആഗ്രഹത്തോടെ ത്വരയോടെ നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു പൈശാചിക ലോകമുണ്ട്. ഈ പൈശാചിക ലോകത്തെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ അവിടെ നിന്ന് പിന്മാറി നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റി ആത്മാർപ്പത്തെ ചെയ്യാൻ നമ്മൾ തുടങ്ങും, അല്ലെങ്കിൽ ആഗ്രഹിക്കും. അതിലേക്ക് ഒരു ആഗ്രഹം നമുക്കുണ്ടാകും. ഹാലലുയ സ്തോത്രം. ദൈവത്തിൽ നമ്മൾ അകറ്റുന്നതെല്ലാം ആ ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അത് എല്ലാം അത് ഓരോ വ്യക്തിയും ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജഡത്തിന്റെ പ്രവൃത്തി എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഒരാളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന നിങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ക്രേസ് ഉണ്ട്. ഹാലലൂയ സ്തോത്രം. അപ്പൊ എനിക്കൊരു കാര്യത്തിൽ ക്രേസ്, മറ്റൊരാൾക്ക് അത് ആവണമെന്നില്ല, മറ്റൊന്നാകാം. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല അതിന്. അപ്പോൾ ഞാൻ പറഞ്ഞിത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന തോന്നുന്ന ചില പ്രവൃത്തികൾ നമ്മൾ ഉണ്ടെന്ന് തോന്നലുണ്ടാകുന്നെങ്കിൽ അതിലേക്ക് പോകാൻ ടെൻഡ് ആകുമ്പോൾ നമ്മൾ ആത്മലോകത്തെ വിഷ്വലൈസ് ചെയ്യുക. അവിടെ നമ്മെ നോക്കുന്ന ഏഞ്ചൽസും ഉണ്ട്, നമ്മളെ ഡിമോണിക് പവേഴ്സും ഉണ്ട്. ഡിമോണിക് പവേഴ്സ് നമ്മളെ അതിലേക്ക് തള്ളിവിടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് പോകുന്ന നോക്കി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു സേനയാണ്. അതൊന്ന് കാണാൻ കഴിഞ്ഞാൽ, അതൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പിന്മാറിപ്പോരും. ഹാലലൂയ സ്തോത്രം. അതാണ് പറയുന്നത് ആത്മാനനുസരിച്ച് നടക്കാന്ന് പറയുമ്പോൾ ഇതൊക്കെ അർത്ഥമാക്കുന്നത്. അതൊരു വേർഷിപ്പാണ്. നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നുകൂടെ പറയാം. നമ്മൾ ദൈവത്തിനോട് നമ്മൾ ഉറപ്പ് കൊടുത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചൊരു കാര്യം, ഞാൻ ചെയ്യില്ല കർത്താവെ തീരുമാനിച്ചൊരു കാര്യം നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ അത് നമ്മൾ ഡിമോണിക് പവേഴ്സിന് കൊടുക്കുന്ന ഒരു വേർഷിപ്പാണ്, ആരാധനയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിന്റെ ഇച്ഛകൾ നിവർത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ദൈവത്തിന്റെ ഒരു ആരാധനയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആത്മാവിനനുസരിച്ച് നടക്കുക. ഹല്ലേലൂയ. അതാകുമ്പോൾ ദൈവത്തിന്റെ ആരാധനയാണത്. ദൈവം നമ്മളിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളെന്ന ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ആരാധന. മീൻസ് ദൈവം ആഗ്രഹിക്കുന്നവരല്ല പറയുന്നത്, ദൈവം അർഹിക്കുന്നവരെന്നാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദമുള്ളതാകുമ്പോൾ അതൊരു വർഷിപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു ആരാധനയെ മാറട്ടെ. എങ്ങനെയാ ചെയ്യുന്നത്? ആത്മാവിനനുസരിക്കുന്നതിലൂടെ. ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിനനുസരിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിന് ആരാധന കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ വർഷിപ്പിക്കുകയാണ്, പ്രസാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എളുപ്പത്തിൽ വരികയാനുള്ള ഒരു വഴിവിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ അത്തരമൊരു മനോഭാവത്തെ, അത്തരമൊരു കൺസെപ്റ്റിനെ, അത്തരമൊരു ആത്മലോകത്തിലേക്ക് നോക്കുവാനുള്ള, അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ നിർത്തുന്നു. അത് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയെ മാറും. പിശാചിന്റെ ലോകത്തിൽ നമുക്ക് എപ്പോഴും അകന്നു നിൽക്കാൻ സാധിക്കും. അത്തരം അനുഭവങ്ങളിലേക്ക് പോകുവാൻ തക്കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ വാക്കുകൾ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം. അതിന് ദൈവം സഹായിക്കട്ടെ.